21-ാം നൂറ്റാണ്ടിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും ഈ പങ്ക്തിയിൽ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലെ സാമൂഹ്യ സ്പന്ദനങ്ങളെ ഒരു സാംസ്കാരികമായ കാഴ്ചപ്പാടിൽ കാണുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന പ്രതിവാര സാംസ്കാരിക പങ്ക്തി എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലമായി 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രോഗ്രാംസ് ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാം പരാമർശിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആണ്. നാം ജീവിക്കുന്ന നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം കാലാവസ്ഥാ വ്യതിയാനം ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയം വീണ്ടും 21-ാം നൂറ്റാണ്ടിൽ ചർച്ചയ്ക്കായി കടന്നു വരുന്നത്. ഇത്തവണയും ഞാൻ ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അന്റാർട്ടിക്കയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, കേരളത്തിൽ നിന്നും 11,500 കിലോമീറ്ററുകളോളം ദൂരെയുള്ള അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകിയാൽ കേരളത്തിന് എന്താണ് എന്ന്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എന്താണ് 11,000-ഓളം കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഈ സ്ഥലത്ത് കുറച്ച് മഞ്ഞുരുകിയാൽ കേരളത്തിന് എന്താണ് എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ ഒരു വിചാരവുമായി ഈ പരിപാടി കാണരുത് എന്നുള്ള ആമുഖ അഭ്യർത്ഥനയായി ഞാൻ പറയുകയാണ്. കാരണം അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാൽ കേരളത്തിൻ്റെ കടൽ തീരത്ത് അതിനുള്ള പ്രതിഫലനം ഉണ്ടാകും. ആ അനുഭവ തീവ്രതയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. പശ്ചിമ അന്റാർട്ടിക്കയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഭൂമിയിലെ 5ാമത്തെ ഏറ്റവും വലിയ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഭൂമിയിൽ ഏറ്റവും കുറച്ച് മനുഷ്യവാസമുള്ള ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്നാൽ ഭൂമിയിലെ മനുഷ്യജീവിതത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച യൂറോപ്പിൻ്റെ 5 ഇരട്ടി വരുന്ന ഒരു ഭൂപ്രദേശത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഈ ഭൂപ്രദേശത്തെ ഒരു മഞ്ഞിൻ്റെ പുതപ്പ് മൂടിക്കിടക്കുന്നുണ്ട്. ഈ ഭൂപ്രദേശത്തെ ആകെ ഒരു ഉറഞ്ഞ മഞ്ഞിൻ്റെ ഒരു പുതപ്പ് മൂടിക്കിടക്കുന്നുണ്ട്. ഇത് നാം സാധാരണ ഷിംലയിലോ അല്ലെങ്കിൽ മഞ്ഞുള്ള സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും നമ്മൾ ടൂറിസ്റ്റ് സഞ്ചാരിയായിട്ട് പോകുമ്പോൾ കാണുന്ന മഞ്ഞ് പോലെയുള്ള ഒരു മഞ്ഞല്ലിത്. ഈ മഞ്ഞു പുതപ്പിൻ്റെ കനം എത്രയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകും. അന്റാർട്ടിക്കയെ പുതഞ്ഞു കിടക്കുന്ന മഞ്ഞു പുതപ്പിൻ്റെ കനം എന്ന് പറയുന്നത് 1.9 കിലോമീറ്ററാണ്. അതുമാത്രമല്ല, ഒരു 60,000-ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പുതപ്പാണിത്. 60,000-ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 1.9 കിലോമീറ്റർ കനമുള്ള ഈ മഞ്ഞുപാളി അതിവേഗതയിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ദുരന്തത്തെയാണ് മനുഷ്യരാശി നേരിടാൻ പോകുന്നത്. കേരളത്തിൽ നാം സ്വീകരണ മുറിയിലിരുന്ന് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലിരുന്ന് കൈരളി ചാനലിലെ 21-ാം നൂറ്റാണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ഒരു ദുരന്തത്തിനെ കൊണ്ടുവരുവാൻ ഈ 11,000 കിലോമീറ്റർ അകലെയുള്ള അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളി ഉരുകിയാൽ മതി. അത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ദുരന്തത്തിൻ്റെ വാർത്തയാണ് ഞാൻ ഈ ഇലക്കം 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിൽ വളരെ പെട്ടെന്ന് ഉരുകിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുപാളികൾ, ഈ മഞ്ഞുരുകലിനെ തടഞ്ഞു നിർത്തുവാൻ ആധുനിക മനുഷ്യന് ഇനി കഴിയില്ല, ആഗ്രഹിച്ചാലും കഴിയില്ല. ഞാനൊരു ദുരന്ത അന്വേഷിയാണെന്നൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ദുരന്ത അന്വേഷിയായിട്ട്, ദുഃഖാന്വേഷിയായിട്ട്, ഒരു ദുഃഖവാർത്തയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യൻ
എത്ര കണ്ട് വിചാരിച്ചാലും അന്റാർട്ടിക്കയിൽ ഇപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുപാളികളുടെ ഉരുകലിൻ്റെ വേഗത കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് പഠനങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത്. കാർബൺ എമിഷൻ എത്രമാത്രം കുറച്ച് നമുക്കറിയാം. പാരീസ് അക്കോർഡിനെക്കുറിച്ച്, പാരീസ് കരാറിനെക്കുറിച്ചും മുതലാളിത്ത രാജ്യങ്ങളോട് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കണമെന്നും ആഗോളതാപനത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കണമെന്നും എല്ലാം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും അത് കേൾക്കാതെ മുതലാളിത്ത രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പാരീസ് അക്കോർഡ് പ്രകാരമുള്ള ഒരു നിലയിലേക്ക് കാർബൺ എമിഷൻ കുറയ്ക്കാൻ സാധിച്ചാൽ എങ്കിൽ പോലും തടഞ്ഞു നിർത്താൻ വയ്യാത്ത അത്ര വേഗത്തിലാണ് ഇപ്പോൾ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. തിരിച്ചുപോക്കില്ലാത്ത രീതിയിലുള്ള വേഗത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുകിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ കനത്തിനെക്കുറിച്ച്. 1.5 കിലോമീറ്ററിൽ കൂടുതൽ കനമുണ്ട് ഈ മഞ്ഞുപാളികൾക്ക്. 60,000 ചതുരശ്ര കിലോമീറ്റർ, അതായത് ഒരു ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ ഉള്ള മഞ്ഞുപാളിയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മഞ്ഞുപാളികൾ ഉരുകിക്കഴിഞ്ഞാൽ സമുദ്രത്തിൽ, ലോകത്തിലുള്ള മുഴുവൻ സമുദ്രങ്ങളിലെയും സമുദ്രനിരപ്പ് ഉയരും. 17.4 അടി കണ്ടുയരും എന്നാണ്. ചില്ലറയല്ല ഈ കടലിൻ്റെ നിരപ്പ് ഉയരാൻ പോകുന്നത്. ഈ സമുദ്രനിരപ്പ് 17.4 അടി കണ്ട് ഉയരുകയാണെങ്കിൽ എന്തു സംഭവിക്കും? നമ്മുടെ മുംബൈ നഗരമില്ലാതാകും, നമ്മുടെ കൽക്കത്ത നഗരമില്ലാതാകും, നമ്മളുടെ മദ്രാശി നഗരമില്ലാതാകും. അതുമാത്രമല്ലല്ലോ, ഞാൻ ഈ ആഗോളതാപനം വഴി പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുകി തീർന്നു കഴിഞ്ഞാൽ ഇല്ലാതാകാൻ പോകുന്ന നഗരങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാനിപ്പോൾ തരാൻ പോവുകയാണ്. ബാഴ്സലോണയും ഹോങ്കോങ്ങും സാൻ ഫ്രാൻസിസ്കോയും സിഡ്നിയും മിയാമിയും റിയോ ഡി ജനറോയും ബാങ്കോക്കും ഇസ്താംബൂളും ഓസ്ലോയും ദുബായിയും ലിബ്സണും ലോസ് ഏഞ്ചലസും ഹെൽസിങ്കിയും ന്യൂയോർക്കും ടോക്കിയോയും ചിക്കാഗോയും സിംഗപ്പൂരും കോപ്പൻഹേഗനും വാൻകോവറും ഇല്ലാതാകും. നിങ്ങളിപ്പോൾ 21-ാം നൂറ്റാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരമില്ലാതാകും, കൊച്ചി നഗരമില്ലാതാകും, തിരുവനന്തപുരം നഗരമില്ലാതാകും, കാസർഗോഡ് ഇല്ലാതാകും. ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് നയിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കാണാതിരുന്നാൽ എത്ര നാൾ നമ്മൾ കാണാതിരിക്കും? എത്ര നാൾ നാം കണ്ണടച്ച് ഇരുട്ടാക്കും? പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുകിയാൽ അത് കേരള തീരങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുകുന്നതിനെക്കുറിച്ചും അത് ലോകത്തിന് നൽകുന്ന വലിയ ഭീഷണിയെക്കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആഗോളതാപനം വെട്ടിക്കുറയ്ക്കുവാനുള്ള പ്രധാന ചുവടുവയ്പ്പായിട്ട് ആധുനിക നാഗരികത, ആധുനിക രാഷ്ട്രങ്ങൾ, രാഷ്ട്രീയമായ തീരുമാനങ്ങളിലെല്ലാം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യാവസായിക ലോകത്തിന് മുൻപുണ്ടായിരുന്ന കാലാവസ്ഥയിലേക്ക് മനുഷ്യന് തിരിച്ചു പോകാൻ കഴിയുമോ എന്നുള്ള ഏതാണ്ട് അസാധ്യമായ ഒരു കാര്യമാണ്. അത് പറ്റിയില്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ ടൈംസിനെ അപേക്ഷിച്ച് 1.5 സെൽഷ്യസ് ലെവലിലെങ്കിലും ആഗോളതാപനത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അതിനുപോലും മുതലാളിത്ത രാഷ്ട്രങ്ങൾ തയ്യാറല്ല, വികസ്വര രാഷ്ട്രങ്ങൾ തയ്യാറല്ല. പല കാരണങ്ങളാൽ, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചോ ഒന്നും വിശദമായിട്ട് സംസാരിക്കുവാൻ ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല.
ഇതിനു മുൻപുള്ള പല ലക്കങ്ങളിലും 21-ാം നൂറ്റാണ്ടിൻ്റെ പല ലക്കങ്ങളിലും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു പ്രത്യേക ഫോക്കസിലാണ് ഈ ലക്കം 21-ാം നൂറ്റാണ്ട് നിൽക്കുന്നത്, അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകുന്നതിനെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ പാരീസ് അക്കോർഡ് പ്രകാരമുള്ള അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം, ആധുനിക രാഷ്ട്രീയത്തിനോട് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും ആഗോളതാപനത്തിന് എന്ന് പറയുന്ന രീതിയിൽ ചെയ്താൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാരണം 20-ാം നൂറ്റാണ്ടിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ 20-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നോ, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായിക വിപ്ലവത്തിന് ശേഷവും വ്യാവസായിക ലോകമുണ്ടായതിന് ശേഷവും 20-ാം നൂറ്റാണ്ടിലെ ആഗോളതാപനത്തിൻ്റെ വേഗം നോക്കിക്കഴിഞ്ഞാൽ ആ മഞ്ഞുരുകലിൻ്റെ വേഗത്തിനേക്കാൾ 3 ഇരട്ടി വേഗത്തിലാണ് 21-ാം നൂറ്റാണ്ടിൽ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. നമ്മുടെ ഉടൻ ജീവിത പരിസരത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരു കാലാവസ്ഥാ ദുരന്തത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ 2 പ്രളയങ്ങളെയൊക്കെ അതിജീവിച്ച ജനതയാണ്. കാലം തെറ്റി വരുന്ന മഴയെക്കുറിച്ച് മഴ വരുമ്പോൾ നാം സംസാരിക്കും. ഉത്തരാഖണ്ഡിലോ ഹിമാചൽ പ്രദേശിലോ പ്രളയം വന്ന് അണക്കെട്ടുകൾ തകരുമ്പോൾ നാം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു കാര്യം പോലും ഫലവത്തായിട്ട്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു തിരുത്തൽ പോലും ഫലവത്തായിട്ട് നടത്തുവാനുള്ള ശേഷി നമ്മുടെ ജീവിത ആർത്തിക്ക് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള നിയന്ത്രണത്തിനും സാധ്യമല്ലാത്ത രീതിയിലുള്ള ആർത്തിയുടെ വലിയ ആഴത്തിലേക്ക് വീണുപോയ മനുഷ്യനാണ് അപകടഘട്ടങ്ങളിൽ മാത്രം ഈ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ലക്കം 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആധികാരികമായ ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നും? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രസിദ്ധീകരണങ്ങളിലൊന്നായ നേച്ചർ മാഗസീനിൽ കഴിഞ്ഞ മാസം, നേച്ചർ ജേണലിൽ കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബറിൽ വന്ന ഒരു പഠനം വായിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അൺഅവോയ്ഡബിൾ ഫ്യൂച്ചർ ഇൻക്രീസ് ഇൻ വെസ്റ്റ് അന്റാർട്ടിക് ഐസ് ഷെൽഫ് മെൽറ്റിംഗ് ഓവർ 21st സെഞ്ച്വറി എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിലെ പടിഞ്ഞാറൻ അന്റാർട്ടിക് മഞ്ഞുപാളികളുടെ ഒഴിവാക്കാനാവാത്ത ഉരുകൽ എന്നുള്ള ഒരു പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു ഞെട്ടലിലാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കം ഞാൻ തയ്യാറാക്കുന്നത് തന്നെ. ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ കൈറ്റ്ലിൻ നോട്ടീനും പോൾ ആർ ഹൊലാൻഡും നോർത്ത് കൊളംബിയ സർവകലാശാലയിലെ ജാൻ ഡി റിഡും കൂടി നടത്തിയ ഒരു പഠനമാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കത്തിൻ്റെ ആധാരം. ആധികാരികമായ ഒരു ഗവേഷണ പ്രബന്ധത്തിൻ്റെ, ഒരു ഗവേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുരന്ത വാർത്തകൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്റാർട്ടിക്കയിലെ ഈ മഞ്ഞു പുതപ്പ് എന്ന് പറയുന്നത്, ഐസ് ഷെൽഫ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി ഞാനിന്ന് വിശദമാക്കാം. അതിനു മുൻപ് നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകാം. എന്താണ് അന്റാർട്ടിക്കയിലെ മഞ്ഞു പുതപ്പ് എന്ന് ഇനി ഞാനിന്ന് വിശദീകരിക്കാം. അന്റാർട്ടിക്കയിലെ 60,000-ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 1.9 കിലോമീറ്ററോളം കനമുള്ള ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞിനെയാണ് ഞാൻ ഈ മഞ്ഞു പുതപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനെ മുഴുവൻ പുതപ്പിച്ച് കിടത്താൻ പറ്റുന്ന അത്ര വിസ്തൃതിയുള്ള ഒരു മഞ്ഞ് പുതപ്പിനെ, ഒരു മഞ്ഞ് കട്ടയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ 2 പ്രധാനപ്പെട്ട ഈ ഐസ് ഷെൽഫുകളാണ് സത്യത്തിൽ ഉള്ളത്. ഒന്ന് ഗ്രീൻലാൻഡിലാണുള്ളത്, 2 ഞാൻ ഈ പറയുന്ന അന്റാർട്ടിക്കയിലെ മഞ്ഞു പുതപ്പ് എന്ന് പറയുന്നത്. ഈ 2 ഐസ് ഷീറ്റുകളും കൂടി ഒരുമിച്ച് ഉണ്ടാകുന്നത്
ഭൂമിയിലെ ശുദ്ധജല സംഭരണത്തിൻ്റെ 2/3. നാം ശുദ്ധജല തടാകങ്ങളെക്കുറിച്ചൊക്കെ പറയുമല്ലോ. ലോകത്തിൽ മൊത്തമുള്ള ഫ്രഷ് വാട്ടറിൻ്റെ 2/3 എന്ന് പറയുന്നത് ഈ ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞുപാളികളാണ്. ഇനി ഈ മഞ്ഞുപാളികൾ ഉറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞുപുതപ്പ് നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ടുകളായി ഉറഞ്ഞ് അവിടങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കോവളം ബീച്ചിലൊക്കെ പോകാൻ പറ്റുന്നത്. നമുക്ക് ശംഖുമുഖം, ഇപ്പോഴത്തെ ശംഖുമുഖം കടപ്പുറം ഇല്ലാതായി എങ്കിൽ പോലും നമുക്ക് ഈ കടൽ തീര നഗരങ്ങളും എല്ലാം ഉള്ളത് സമുദ്രനിരപ്പ് ഉയരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മഞ്ഞുപാളികൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ മഞ്ഞുപാളികൾ എത്രയും വേഗമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് തൊട്ടടുത്ത് വളരെ ദൂരത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമൊന്നുമല്ലിത്. ഈ റിപ്പോർട്ട് പ്രകാരം, ഈ റിപ്പോർട്ട് പറയുന്നത് ശരിയാണെങ്കിൽ 2045, ഇത് 2023 2045 ഭൂമുഖത്തെ ജനങ്ങൾ നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും സമുദ്ര തീരങ്ങളിലെ നഗരങ്ങൾ ഇല്ലാതാവുക എന്നുള്ളത്. അത്ര പെട്ടെന്നാണ് ഈ മഞ്ഞുപാളികൾ ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മഞ്ഞുപാളികൾ എന്ന് പറയുമ്പോൾ ഈ സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ കാണുമല്ലോ, ഈ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ഐസ് മഞ്ഞ് കട്ടകളെക്കുറിച്ച്. അങ്ങനെയൊന്നും അല്ല ഇത് കടലിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞ് കട്ടകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കടലിൻ്റെ മുകളിൽ ഉറഞ്ഞു കിടക്കുന്നതല്ല, ഉറഞ്ഞ കടലാണിത്. മുഴുവനായി ഉറഞ്ഞ കടലുകളെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ ഒരു ദൃശ്യ ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ഈ പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഇത്ര പെട്ടെന്ന് ഉരുകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ പഠനം വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. പല കാരണങ്ങൾ ഉണ്ട്. പല കാരണങ്ങളാലാണ്. അതിലൊന്നാണ് ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. ഒന്നാണ് ഈ വ്യാവസായികത, ആധുനിക മനുഷ്യനുണ്ടാക്കിയ പ്രശ്നങ്ങൾ. അത് ഒരു കാരണമാണ്. പല കാരണങ്ങളുണ്ട്. ഈ സമുദ്രതാപം വർദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ സമുദ്രതാപനം കൊണ്ട് ആണ് ഈ മഞ്ഞുപാളികൾ ഉരുകുന്നത്. ഈ മഞ്ഞുപാളികൾ ഉരുകാതെ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഈ അന്റാർട്ടിക് പ്രദേശത്ത് ഉണ്ടാക്കുന്ന സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരള തീരത്ത് ജീവിക്കുന്ന നാം കേരളത്തിലിരുന്ന് മനസ്സിലാക്കേണ്ടതാണ്. അന്റാർട്ടിക് സമുദ്രത്തിൽ ഈ മഞ്ഞുപാളികൾ ഉരുകാതെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ജനജീവിതം സാധ്യമാകുന്നത്. അത്രമാത്രം തീവ്രമായ ഒരു പ്രാധാന്യം ഈ ഉരുകാതെ കിടക്കുന്ന മഞ്ഞുപാളികൾക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഈ നേച്ചർ മാഗസീനിൽ, നേച്ചർ ജേണലിൽ വന്ന പഠനം അവർ തയ്യാറാക്കിയത് പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ എമൺസൺ എന്ന് പറയുന്ന കടൽ പ്രദേശത്തെ മാത്രം നിരീക്ഷിച്ചിട്ടാണ്. ഒരു ദശകത്തിലേറെ ഈ നോട്ടൻ എന്ന് പറയുന്ന ഗവേഷകനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ നോട്ടൻ അതിൻ്റെ പഠന മേഖല കഴിഞ്ഞ ഒരു ദശകമായിട്ട് ഈ എമൺസൺ എന്ന് പറയുന്ന കടൽ പ്രദേശമാണ്, അന്റാർട്ടിക്കയിലെ ഈ കടൽ പ്രദേശമാണ്. ഈ കടൽ പ്രദേശത്തെ കഴിഞ്ഞ 10 കൊല്ലമായി ശ്രദ്ധിച്ചു പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വേഗത്തിൽ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ പ്രദേശമായി ഈ എമൺസൺ കടൽ പ്രദേശം മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യ മനസ്സിന് സംഘർഷമുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന ഒരു ലക്കമായി പോയി 21-ാം നൂറ്റാണ്ട്. നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നാം ഇത് ചർച്ച ചെയ്യുന്നത്. ഇത് വെറുതെ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കവികൾ അല്ലെങ്കിൽ ഭാവനാശാലികൾ ഉണ്ടാക്കുന്ന ഒരു ആശങ്കയല്ല. ഇത് ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരാശങ്കയാണ്. ഹൈ റെസൊല്യൂഷൻ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെയാണ് ഈ പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ ഉറഞ്ഞ കടൽ പ്രദേശങ്ങൾ, മഞ്ഞുറഞ്ഞ കടൽ പ്രദേശങ്ങളിൽ ഈ നീണ്ട പഠനം ഈ സംഘം നടത്തിയത്. 4000 വർഷങ്ങളായി ഘട്ടം ഘട്ടമായി കൂടിക്കൊണ്ടിരിക്കുന്ന സമുദ്ര താപനത്തിൻ്റെ, ഏറ്റവും സജീവമായ താപനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ്
ഭൂമി ഇന്ന്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അന്റാർട്ടിക്കയിലെ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു തിരിച്ചുപോക്കില്ല എന്ന് ഈ പഠനം പറയുമ്പോൾ പോലും ആഗോള താപനം തടഞ്ഞു നിർത്താനുള്ള ഏത് ശ്രമത്തെയും എല്ലാ രാഷ്ട്രങ്ങളും, എല്ലാ ജനതകളും, എല്ലാ ജനങ്ങളും, ഓരോ വ്യക്തിയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കടപ്പുറങ്ങൾ ഇല്ലാതാവും, നമ്മുടെ കടൽ തീര നഗരങ്ങൾ ഇല്ലാതാകും, മനുഷ്യരാശി ഇല്ലാതാകും, ഭൂമുഖത്ത് ജീവൻ അസാധ്യമായി തീരും. 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി.